ഹായ് ഫ്രണ്ട്സ്, ന്യൂ SCERT ലെസൺ സ്റ്റാൻഡേർഡ് 9ലെ ലായനികൾ 6th ലെസൺ ആണ്. ലായനികളുമായി റിലേറ്റഡ് ആയിട്ട് ന്യൂ SCERTയിൽ പഠിക്കേണ്ട ഏറ്റവും അവസാനത്തെ ചാപ്റ്റർ ആണിത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ വരുന്നതും ഈ ഒരു ചാപ്റ്ററിൽ തന്നെയാണ്. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഏറ്റവും ആദ്യം പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത് എന്താണ് ലീനം, എന്താണ് ലായകം, എന്താണ് ലായനി എന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്നാലും ഇതൊന്ന് ഊട്ടി ഉറപ്പിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ആദ്യം തന്നെ ഒരു ബീക്കറിൽ കുറച്ച് വെള്ളം തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ വെള്ളം അല്ലെങ്കിൽ ജലം എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സോൾവെന്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? സോൾവെന്റ് ആണ്. ഓക്കെ, ലായകം. അപ്പൊ ലായകം ഏതിലാണോ ലയിക്കുന്നത് അതിനെയാണ് ലായകം എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു പ്ലേറ്റ്, ഈ പ്ലേറ്റിൽ കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിരിക്കാന്ന് കരുതുക. അതിനെ നമുക്ക് ലീനം എന്ന് പറയാം. ഈ ജലത്തിനുള്ളിൽ ലയിക്കാൻ പോകുന്ന സാധനമാണ് ഈ ഒരു പഞ്ചസാര അല്ലെങ്കിൽ ലീനം. അപ്പൊ ലയിക്കുന്ന പദാർത്ഥത്തെ ലീനം എന്നാണ് പറയുന്നത്. സൊല്യൂട്ട്, ലയിക്കുന്ന പദാർത്ഥത്തെ ലീനം, സൊല്യൂട്ട് എന്ന് പറയുന്നു. ഓക്കെ, ഈ സൊല്യൂട്ട് ലയിക്കുന്നത് ഏതിലാണ്? സോൾവെന്റിലാണ് അല്ലെ? വാട്ടർ ആണ് ഇവിടുത്തെ സോൾവെന്റ്. സോറി ട്ടോ. ഇനി ഈ ലീനവും ഇവിടുത്തെ വാട്ടർ ലായകവും തമ്മിൽ ലയിച്ചുണ്ടാവുന്നതാണ് ഏത്? ലായനി. അപ്പൊ എന്തൊക്കെയാന്ന് ക്ലിയർ ആയല്ലോ? ഒരു എക്സാമ്പിളിലൂടെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ഇപ്പൊ പഞ്ചസാര ലായനി എടുക്കുന്നു. പഞ്ചസാരയാണ് അവിടുത്തെ ലീനം, ജലമാണ് ഇവിടുത്തെ ലായകം. അവിടെ ഫോം ചെയ്ത സൊല്യൂഷൻ അല്ലെങ്കിൽ ലായനിയാണ് എന്ത്? പഞ്ചസാര വെള്ളം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിച്ചു പഞ്ചസാര ലായനി എന്ന് പറയുന്നത് ഒരു ഏകാത്മക മിശ്രിതമാണ് എന്ന് പഠിച്ചു. അപ്പൊ എന്താണ് ഏകാത്മക മിശ്രിതം? മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുന്നതാണ് ഏകാത്മക മിശ്രിതം. പഞ്ചസാര ലായനിയാണ് ഏകാത്മക മിശ്രിതം എന്ന് പറഞ്ഞത്. പഞ്ചസാര വെറുതെ ഒരു വെള്ളത്തിലേക്ക് എടുത്തിട്ടാൽ അത് ലായനി ആവില്ല അല്ലെ? പഞ്ചസാര എന്ത് ചെയ്യണം? അതിൽ ലയിച്ചു ചേരണം. ലയിച്ചു ചേരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? എല്ലായിടത്തും ഒരേ ഗുണം കാണിക്കുന്നത്. ഇപ്പൊ പഞ്ചസാര ലായനി ഒരു ഏകാത്മക മിശ്രിതമാണ് നമ്മൾ പഠിച്ചു. അതിന്റെ ടോപ്പ് ഭാഗത്തു നിന്ന് ഒരു സാമ്പിൾ എടുത്ത് നമ്മൾ ടേസ്റ്റ് ചെയ്താലും, മധ്യഭാഗത്തു നിന്ന് ഒരു സാമ്പിൾ എടുത്ത് ടേസ്റ്റ് ചെയ്താലും, ഏറ്റവും അടിഭാഗത്ത് നിന്ന് ഈ ഒരു പഞ്ചസാര ലായനിയിൽ നിന്ന് ഒരു സാമ്പിൾ എടുത്ത് ടേസ്റ്റ് ചെയ്താലും നമുക്ക് ഒരേ കോൺസെൻട്രേഷനിലുള്ള ആ ഒരു മധുരം ഫീൽ ചെയ്യും. അതാണ് ഏകാത്മക മിശ്രിതം എന്ന് ഉദ്ദേശിക്കുന്നത്. മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുന്നവയാണ് ഏകാത്മക മിശ്രിതം അല്ലെങ്കിൽ ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. ഇനി മറ്റൊരു പോയിന്റ്, ലായനിയിലെ ഘടകങ്ങൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ നമ്മളോട് ചോദിക്കാം, ലായനിയിലെ ഘടകങ്ങൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല അല്ലെങ്കിൽ ഏർപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ചോദ്യം വരാം. ഈ ഒരു പോയിന്റ് ഓർത്ത് വെച്ചേക്കാം. ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് എന്ന് പറയുമ്പോൾ മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണം കാണിക്കുന്നതാണ് ഏകാത്മക മിശ്രിതം. ഇനി ലീനം, ലായകത്തിൽ ലയിച്ചു ചേർന്നാണ് ലായനി ഉണ്ടാവുന്നത്. പഞ്ചസാര എന്ന് പറയുന്നത് ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ്. ഇനി ലായനിയിലെ ഘടകങ്ങൾ തമ്മിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. ഇനി നോക്കിയേ, കുറച്ച് എക്സാമ്പിൾസ് ആണ് തന്നിരിക്കുന്നത്. നിത്യജീവിതത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ലായനികളുണ്ട് അല്ലെ? അപ്പോ പലപ്പോഴും ഇവ ദ്രാവക ലായനികളായിരിക്കും. എന്നാൽ ഖരലായനികളും വാതക ലായനികളും ഒക്കെ ഉണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്കിപ്പോ ലായനി തന്നിട്ടുണ്ട്. അതില് ലീനം ഏതാണ്, ലായകം എന്താണ്, അതിന്റെ അവസ്ഥ എന്താണ്, പൊതുവെ ലായനിയുടെ അവസ്ഥ കൂടി എന്താണ് എന്ന് കൂടി നമ്മൾ എഴുതണം. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പോകും. അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നോക്കൂ, ഉപ്പ് ലായനി എന്ന് പറയുമ്പോൾ അതിൽ ലയിച്ചു ചേരുന്നത് എന്താണ്? ഉപ്പാണ്. അതായത് ഉപ്പാണ് അവിടുത്തെ ലീനം. ഈ ഉപ്പ് ഖരാവസ്ഥയിലുള്ളതാണെന്ന് നമുക്കറിയാം. അതുപോലെ ലായകം എവിടെയാണ്? ലായനിയായി മാറിയപ്പോൾ ജലത്തിലാണ് ലയിച്ചത് അല്ലെ? ജലത്തിന് ദ്രാവക അവസ്ഥയുമാണ്. അങ്ങനെ പറയുകയാണെങ്കിൽ പൊതുവെ ഈ ഒരു ലായനിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ദ്രാവക അവസ്ഥയിലുള്ള ലായനിയാണ്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ് കേട്ടോ, പിച്ചള. മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും നമ്മളോട് ചോദിക്കാം. അപ്പൊ നോക്കിയോ, പിച്ചള എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രാസ് ആണ്, ബ്രാസ്. ഇപ്പൊ ബ്രാസില് ലീനവും അതിന്റെ അവസ്ഥയും, ലീനം എന്ന് പറയുന്നത് സിങ്ക് ആണ്. സിങ്ക് ഖരാവസ്ഥയാണ്. ഖരാവസ്ഥ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിലുള്ളതാണ് എന്ന് നമുക്കറിയാം, സോളിഡ് സ്റ്റേറ്റ്. ഇനി ലായകം കോപ്പർ ആണ്. കോപ്പറും എന്തവസ്ഥയാണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ പൊതുവെ ആ ഒരു ലായനിയുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? ഇതൊരു ഖര ലായനിയാണ്. ഖര ലായനിയാണ് എന്ന് മനസ്സിലാക്കാം. ഇനി സോഡാ വെള്ളം എന്ന് പറയുന്നത് LGS ചോദിക്കുന്നതാണ്. സോഡാ വെള്ളം കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ചു ചേർന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സോഡാ വെള്ളം ഫോം ചെയ്യുന്നത്. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ? ഇത് ഗ്യാസ് ആണ്, വാതകമാണ് അല്ലെ? ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ളതാണ്. ജലം എന്ന് പറയുമ്പോഴോ? ജലം എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതാണ് അല്ലെ? എന്നാൽ നമുക്ക് ഫോം ചെയ്യുന്ന ഈ ഒരു സോഡാ വെള്ളം എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരു ലായനിയാണ്. ഇനി അടുത്തത് ആൽക്കഹോളും ജലവും ചേർന്ന മിശ്രിതം. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഏത് സ്റ്റേറ്റ് ആണ്? ദ്രാവകാവസ്ഥയിലാണ്. ഇനി ഇവിടുത്തെ ജലം എന്ന് പറയുന്നതോ? ജലം എന്ന് പറയുന്നത് ഏത് അവസ്ഥയാണ്? ജലവും ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ അവിടെ ഫോം ചെയ്യുന്ന ലായനി എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റ് ആണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ്.
ഇനി അടുത്തത് തുരിശ്. തുരിശ് ലായനിയാണ്. CuSO4 കോപ്പർ സൾഫേറ്റ്. അപ്പൊ നോക്കിയേ, തുരിശ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു സംഭവമാണ് അല്ലെ. തുരിശാണ് കേട്ടോ ഇവിടെ എഴുതേണ്ടത് തുരിശ് എന്നാണ്. അത് ഖരാവസ്ഥയിലാണ്. ഇനി ജലം എന്ന് പറയുമ്പോൾ ദ്രാവകമാണ്. ഈ സോളിഡ് സ്റ്റേറ്റിലുള്ള സാധനം ഈ ജലത്തിൽ ലയിച്ചു ചേർന്ന് ഇവിടെ ഫോം ചെയ്യുന്ന ലായനിയുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിക്വിഡ് സ്റ്റേറ്റ് ആയിരിക്കും. ഓക്കെ, ഇവിടുത്തെ ഖരമായിട്ടുള്ള ലീനം എന്ന് പറയുന്നത് എന്താണ്? തുരിശാണ് കേട്ടോ. ഈ ഒരു പോയിന്റർ വെച്ചിട്ട് നമുക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇവിടെ തുരിശാണ് നിങ്ങൾ എഴുതേണ്ടത് എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പൊ തുരിശ്. ഓക്കെ, തുരിശ് അല്ലെങ്കിൽ CuSO4. ഓക്കെ അല്ലേ. ഇനി ജലം എന്ന് പറയുന്നതും ഇവിടെ ഏത് സ്റ്റേറ്റാ? ലിക്വിഡ് സ്റ്റേറ്റ്. ഇവിടെ ഫോം ചെയ്യുന്ന ലായനി ഏതാണ്? ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. ഓക്കെ ആണല്ലോ, ഈസിയാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പൊ ഈ ഒരു ഭാഗത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ് ആണ് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. പിച്ചള എന്ന് പറയുമ്പോൾ എന്താണ്? പിച്ചള എന്ന് പറയുന്നത് ബ്രാസ്, സിങ്കിന്റെയും കോപ്പറിന്റെയും കോമ്പിനേഷൻ ആണ്. സിങ്കിന്റെയും കോപ്പറിന്റെയും കോമ്പിനേഷൻ ആണ് പിച്ചള എന്ന് പറയുന്നത്. സോഡ വെള്ളം പിന്നെ നമുക്ക് അറിയുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിച്ച് ചേർന്നിട്ടാണ് അങ്ങനെ ഒരു സൊല്യൂഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് മനസ്സിലായി ലായനികൾ എന്ന് പറയുന്നത് എന്താണ്? സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഖരാവസ്ഥയിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഗ്യാഷ്യസ് സ്റ്റേറ്റിലും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോ മിക്കവാറും ലായനികളിൽ ലായകത്തിന്റെ ഭൗതികാവസ്ഥ തന്നെയായിരിക്കും ലായനിയുടെ ഭൗതികാവസ്ഥ. എല്ലാ ലായനികളിലും എന്ന് പറഞ്ഞിട്ടില്ല. മിക്കവാറും ലായനികളിൽ ലായകത്തിന്റെ ഭൗതിക അവസ്ഥ തന്നെയായിരിക്കും ലായനിയുടെ ഭൗതികാവസ്ഥ. ഈ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെ. ലായകത്തിന്റെ അവസ്ഥ തന്നെയാണ് ഇവിടെ ലായനിയുടെയും അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഭാഗത്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉള്ളത്. നോക്കാം. ശുദ്ധവായു ഒരു വാതക ലായനി ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുടെ ഡയഗ്രമാണ്. അപ്പോൾ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? നൈട്രജൻ 78%, ഓക്സിജൻ 20.9%, ആർഗൺ 0.90%, മറ്റ് വാതകങ്ങൾ 0.17%, കാർബൺ ഡയോക്സൈഡ് 0.03%. അപ്പൊ നമ്മൾ പഠിക്കാറുണ്ട് നോ AC എന്നൊരു കോഡ് പഠിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് അറിയുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ അങ്ങ് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. നോ AC അത് എന്താ ഈ കാണിക്കുന്നത്? നോ AC എന്നുള്ളത് നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ്. നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ, 78% ആണ്. ഓക്സിജൻ ആണ് സെക്കൻഡ് പൊസിഷൻ വരുന്നത്, 20.9% ആണ്. ആർഗൺ ആണ് 0.90%. പിന്നെ വരുന്നത് കാർബൺ ഡയോക്സൈഡ് 0.03%. ഇത് കൂടാതെ റിമൈനിങ് ആയിട്ടുള്ള 0.1% മറ്റു വാതകങ്ങളും വരുന്നുണ്ട്. ഓക്കെ അല്ലേ. നമ്മൾ എന്താ പറഞ്ഞത്? അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നോ AC എന്ന കോഡിലൂടെ ഓർത്തിരിക്കുക. നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡയോക്സൈഡ്. ഇനി അടുത്തത് 916 ഗോൾഡ്. ഓർക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. എന്താണ്? 1000 ഗ്രാം ആഭരണം ഉണ്ടാക്കാനായിട്ട് 916 ഗ്രാം ശുദ്ധ സ്വർണവും ബാക്കിയുള്ള പെർസെൻറ്റേജ് സിൽവർ, കോപ്പർ എന്നീ ലോഹങ്ങൾ ലയിപ്പിച്ച് ചേർത്താണ് ഉണ്ടാക്കുന്നത്. ആഭരണങ്ങളുടെ ദൃഢത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് പറയാം സ്വർണം എന്ന് പറയുന്നത് ഒരു ഖര ലായനിയാണ് എന്ന് പറയാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ. 916 ഗോൾഡിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി ഇവിടെ നോക്കിയാൽ നമ്മൾ ഈ പറഞ്ഞതിന്റെ ബാക്കിയായിട്ടാണ് അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ പല വാതകങ്ങളും ചേർന്ന ഏകാത്മക മിശ്രിതമാണ് എന്ത്? ശുദ്ധവായു എന്ന് പറയുന്നത്. ശുദ്ധവായു ഒരു ഏകാത്മക മിശ്രിതമാണ്. ഇതിൽ പല വാതകങ്ങളും ഒരേ കോമ്പോസിഷനിൽ ലയിച്ചു ചേർന്നിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഏകാത്മക മിശ്രിതം എന്ന് പറയുന്നത്. ഓക്കെ, പഞ്ചസാര ലായനി പോലെ എവിടെ നിന്ന് നോക്കിയാലും ഒരേ കോംബോ ആയിരിക്കും അവിടെയുള്ള ആ ഒരു നൈട്രജൻ, ഓക്സിജൻ, ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഈ ഒരു എന്താണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഈ പറഞ്ഞതിന്റെ പെർസെൻറ്റേജ് തന്നെയായിരിക്കും, ഏകദേശ പെർസെൻറ്റേജിലായിരിക്കും ഇതിന്റെ അളവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അന്തരീക്ഷ വായു ഒരു ഏകാത്മക മിശ്രിതമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അടുത്ത നോക്കിയേ, പിച്ചള. പിച്ചളയുടെ കേസാണ് പറയുന്നത്. പിച്ചള എന്ന് പറയുമ്പോൾ എന്താണ്? ബ്രാസ് ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ബ്രാസില് 34% സിങ്ക്, 34% സിങ്ക്, 66% കോപ്പറും അടങ്ങിയിരിക്കുന്നു. പിച്ചള എന്ന് പറയുമ്പോൾ എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആണ്? സിങ്കിന്റെയും കോപ്പറിന്റെയും കോമ്പിനേഷൻ ആണ്. ഓക്കെ അല്ലേ. അപ്പോ ഇതിൽ ലീനവും ലായകവും ഏതാണ്? ഏതാണ് ലീനം, ഏതാണ് ലായകം? കോപ്പർ ആണ് ഇവിടുത്തെ ലായകം എന്ന് പറയുന്നത്. കോപ്പർ ആണ് ഇവിടുത്തെ ലായകം. ഓക്കെ, കോപ്പർ ആണ് ഇവിടുത്തെ ലായകം എന്ന് പറയുന്നത്. അതുപോലെ ലീനമാണ് ഏതാ? ഈ 34% മാത്രമുള്ള സിങ്ക്. കുറഞ്ഞ അളവിലുള്ള ഘടകമാണ് ലീനമായിട്ട് കണക്കാക്കുന്നത്. മനസ്സിലായോ? ഈ ഒരു പെർസെൻറ്റേജിൽ നിന്ന് മനസ്സിലാക്കുക. 34%
സിങ്ക്, 66% കോപ്പർ. പിച്ചള എന്ന് പറയുന്നത് സിങ്കിന്റെയും കോപ്പറിന്റെയും കോമ്പിനേഷൻ ആണ്. അപ്പൊ ഇതിൽ പെർസെന്റേജ് കൂടുതലുള്ള ഐറ്റം ഏതാണോ അതിനെയാണ് എന്ത് ചെയ്യുന്നത്, ലായകമായിട്ട് കണക്കാക്കുന്നത്. കോപ്പറിന്റെ പെർസെന്റേജ് 66, കോപ്പറാണ് ഇവിടുത്തെ ലായകം. ഇനി നോക്കിയേ, കുറഞ്ഞ അളവിലുള്ള ഘടകമാണ് ഇവിടുത്തെ ലീനം. കുറഞ്ഞ അളവ് എന്ന് പറയുമ്പോൾ ഇതിൽ സിങ്കിനാണ് 34% കുറവുള്ളത്. അപ്പൊ കുറഞ്ഞ അളവിലുള്ളത് ലീനവും കൂടിയ അളവിലുള്ള ഘടകം എന്താണ്, ലായകവും ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മുകളിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു പൈ ഡയഗ്രാം കാണിച്ചിട്ടുണ്ടല്ലോ, ഇതനുസരിച്ച് അന്തരീക്ഷ വായുവില് ലായകമായിട്ടുള്ള ഘടകം ഏതായിരിക്കും, ഏറ്റവും കൂടുതലുള്ളതല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഏതായിരിക്കും, നൈട്രജൻ ആയിരിക്കും. കാരണം എന്താ, നൈട്രജന്റെ അളവാണ് അവിടെ കൂടുതലായിട്ടുള്ളത് അല്ലെ, നൈട്രജൻ ആണ് 78% ഉള്ളത്. ഓക്കെ, അപ്പൊ നൈട്രജൻ ആണ് ഇവിടുത്തെ ആൻസർ വരിക കേട്ടോ. നൈട്രജൻ ആണ്, കാരണം അത് എത്ര പെർസെന്റേജ് ഉണ്ട്, 78% ഉണ്ട്. കൂടുതലുള്ള ഘടകമാണ് എന്ത് ചെയ്യുന്നത്, ലായകമായിട്ട് കണക്കാക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി ജലീയ ലായനികളിൽ ഏതളവിലായാലും ജലം തന്നെയാണ് ലായകമായിട്ട് വരിക, അത് ഓർത്ത് വെച്ചേക്കുക. എക്വ സൊല്യൂഷൻ, ജലീയ ലായനി എന്ന് പറയുമ്പോൾ ജലമാണ് അവിടുത്തെ എന്ത്, ലായകം. അപ്പൊ ജലീയ ലായനികളിൽ ജലം തന്നെയായിരിക്കും എപ്പോഴും ലായകമായിട്ട് വരിക എന്നുള്ളത് ഓർക്കാം. ഇനി ഇവിടെ നോക്കാം, ജലം ഒരു പോളാർ സംയുക്തവും മണ്ണെണ്ണ, പെട്രോൾ എന്നിവ നോൺ പോളാർ സംയുക്തങ്ങളുമാണ്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് പോളാർ സംയുക്തം, എന്താണ് നോൺ പോളാർ സംയുക്തം എന്ന് മനസ്സിലാക്കാം. പോളാർ എന്താണ്, നോൺ പോളാർ എന്താന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം, എന്നാലാണ് ഈ ഭാഗം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതായത് ഏറ്റവും ചെറിയൊരു എക്സ്പ്ലനേഷനിലൂടെ പറയാം. ഒരു സംയുക്തം പോളാർ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഭാഗം അല്പം പോസിറ്റീവ്ലി ചാർജ്ഡും ഒരു ഭാഗം അല്പം നെഗറ്റീവ്ലി ചാർജ്ഡും ആയിരിക്കും. അതായത് ഇപ്പൊ ജലത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓക്സിജന്റെ ഇലക്ട്രോണുകൾ ശക്തമായിട്ട് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഓക്സിജന്റെ ഭാഗം നെഗറ്റീവ് ചാർജ് ആയിരിക്കും. പിന്നെ ഹൈഡ്രജന്റെ ഭാഗം അല്പം പോസിറ്റീവും ആകും. അതായത് ജല മോളിക്യൂളിന് രണ്ട് വ്യത്യസ്ത ചാർജ് ആറ്റങ്ങളാണ് ഉള്ളത്, പോസിറ്റീവും നെഗറ്റീവും. ഓക്സിജന്റെ ഭാഗം നെഗറ്റീവും ഹൈഡ്രജന്റെ ഭാഗം പോസിറ്റീവും. അപ്പൊ ജല മോളിക്യൂളിന് രണ്ട് വ്യത്യസ്ത ചാർജ് ആറ്റങ്ങൾ ഉണ്ടായല്ലോ. അപ്പോ ഈ രണ്ട് ആറ്റങ്ങളിലും വ്യത്യസ്ത സ്വഭാവമുള്ളത് കൊണ്ടാണ് നമ്മൾ ജലത്തിന് പോളാർ നേച്ചർ ഉണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ, പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്. അപ്പോൾ ജലം ഒരു പോളാർ സംയുക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആയോ. ഓക്സിജൻ ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോണുകൾ കൂടുതൽ ആകർഷിക്കുന്നുണ്ട്. അപ്പൊ ജലത്തിൽ ഭാഗികമായിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ആറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അത് ക്യാൻസൽ ആയി പോകുന്നില്ല. അതുകൊണ്ട് ജലം എന്താണ്, പോളാർ നേച്ചർ ആണ്, അല്ലെ പോളാർ സംയുക്തമാണ് എന്ന് നമുക്ക് പറയാം. ഇനി അപ്പൊ നോൺ പോളാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നോൺ പോളാർ ഇതുപോലെ തന്നെ നോൺ പോളാറിന് എന്താണ്, രണ്ട് സൈഡിലും ഒരേ ചാർജുകളായിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് തമ്മിൽ ക്യാൻസൽ ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ. അപ്പോ അത് നോൺ പോളാർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇനി ഇവിടെ ഈ ചോദ്യം ചോദിച്ചിട്ടില്ലേ, ഇവിടെ നോക്കാം, മണ്ണെണ്ണ, പെട്രോൾ തുടങ്ങിയ ഓരോന്നും ജലത്തിൽ ചേർത്ത് നോക്കൂ, ലയിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ജലം ഒരു പോളാർ സംയുക്തമാണ്, അതിന് പോസിറ്റീവ് ഭാഗമുണ്ട് നെഗറ്റീവ് ഭാഗമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ജലത്തിന് സാധാരണയായിട്ട് പോളാർ പദാർത്ഥങ്ങളെയാണ് ലയിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇവിടെ നോക്കാം, ഈ ടർപ്പന്റൈൻ, മണ്ണെണ്ണ, പെട്രോൾ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഹൈഡ്രോ കാർബണുകളുടെ സംയുക്തങ്ങളാണ് അല്ലെ, അല്ലെങ്കിൽ മിശ്രിതങ്ങളാണ്. ഇത് നോൺ പോളാർ സ്വഭാവമുള്ളതാണ്. മനസ്സിലായോ. അതായത് അതിലെ മോളിക്യൂൾസിൽ എന്തില്ല, പോസിറ്റീവ് നെഗറ്റീവ് ആറ്റങ്ങളൊന്നും ഇല്ല. പോസിറ്റീവ് നെഗറ്റീവ് ആറ്റങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിത് നോൺ പോളാർ നേച്ചർ ആണെന്ന് പറയാം. ഇനി എന്താ ലയിക്കാത്ത എന്ന് ചോദിച്ചാല്, പോളാറും തമ്മിലാണ് നമ്മൾ ലയിപ്പിക്കുന്നതെങ്കിലാണ് അത് ലയിക്കുള്ളൂ. ഇതിപ്പോ മണ്ണെണ്ണ, പെട്രോൾ, ടർപ്പന്റൈൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ പറഞ്ഞു നോൺ പോളാർ ആണെന്ന് പറഞ്ഞു. പോളാറും നോൺ പോളാറും തമ്മിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് എത്ര ഇളക്കിയാലും അതെന്ത് ചെയ്യില്ല, ലയിക്കില്ല. ജലം പോളാർ നേച്ചർ അല്ലേ, മണ്ണെണ്ണ നോൺ പോളാർ അല്ലേ, ടർപ്പന്റൈൻ നോൺ പോളാർ ആണ്, പെട്രോൾ നോൺ പോളാർ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ അവ തമ്മിൽ ശക്തമായിട്ടുള്ള ആകർഷണം ഉണ്ടാവുന്നുമില്ല. അതേസമയം അത് ആ ഒരു ആകർഷണം ഇല്ലാത്തത് കൊണ്ട് അത് ലയിക്കുകയും ചെയ്യുന്നില്ല, അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും. മനസ്സിലാവുന്നുണ്ടോ. ഇപ്പൊ ജലം ഒരു പോളാർ സംയുക്തവും പെട്രോൾ, മണ്ണെണ്ണ എന്നിവ നോൺ പോളാർ സംയുക്തവുമാണ് എന്നാണ് പറഞ്ഞു വന്നത്. ഇനി നമുക്ക് അടുത്തൊരു സെന്റൻസ് വായിക്കുമ്പോൾ ഇത് കൂടുതലായിട്ട് മനസ്സിലാകും. ഇപ്പൊ ക്ലിയർ ആയല്ലോ. ടർപ്പന്റൈൻ, മണ്ണെണ്ണ, പെട്രോൾ തുടങ്ങിയ ലായകങ്ങൾ വിവിധ ഹൈഡ്രോ കാർബണുകളുടെ മിശ്രിതമാണ്, അത് നോൺ പോളാർ നേച്ചർ ആണ്, അത് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ജലത്തിൽ എത്ര മിക്സ് ചെയ്താലും അത് ലയിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇവിടെ നോക്കിയേ, ഒരു ലീനം ലായകത്തിൽ ലയിക്കുന്നത്
സമാനമായത് സമാനമായതിനെ ലയിപ്പിക്കും എന്ന പൊതുതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സമാനമായതിനെ ലയിപ്പിക്കും എന്ന പൊതുതത്വത്തിന്റെ അടിസ്ഥാനം. അതായത് പോളാർ നേച്ചറുള്ള ഒരു ലായകമാണെങ്കിൽ പോളാർ നേച്ചറുള്ള ഒരു ലീനത്തെയാണ് അത് ലയിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? പോളാർ നേച്ചറുള്ള ലായകത്തിന് പോളാർ നാച്ചുറൽ ലീനത്തെ മാത്രമേ ലയിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ മുകളിൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മണ്ണെണ്ണയും പെട്രോളും ഒക്കെ നമ്മൾ വെള്ളത്തിൽ ഒഴിക്കുമ്പോൾ അത് ലയിച്ച് പോവാത്തത്. ഓക്കെ അല്ലേ? ലൈറ്റ് ഡിസോൾവ്സ് ലൈക്ക് എന്നുള്ള തത്വമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അയോണിക സംയുക്തമായിട്ടുള്ള ഉപ്പ് ജലത്തിൽ ലയിക്കുന്നതും മണ്ണെണ്ണ പെട്രോൾ പോലെയുള്ളവ ജലത്തിൽ ലയിക്കാത്തതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. സഹസംയോജക സംയുക്തങ്ങൾ പൊതുവെ ജലത്തിൽ ലയിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതെന്താന്നുള്ളത് നമ്മൾ പിന്നീടൊരു ചാപ്റ്റർ വരുന്നുണ്ട്, അതിൽ നമ്മൾ പറയും കേട്ടോ. സഹസംയോജക സംയുക്തങ്ങൾ പൊതുവെ എന്ത് ചെയ്യുന്നില്ല, ജലത്തിൽ ലയിക്കുന്നില്ല. സംയോജക സംയുക്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കോവാലന്റ് ബോണ്ടുകളാണ് കേട്ടോ. അപ്പൊ ഈ സഹസംയോജക സംയുക്തങ്ങൾ ജലത്തിൽ ലയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ കോവാലന്റ് ബന്ധമുള്ള പദാർത്ഥങ്ങൾ ജലത്തിൽ ലയിക്കുന്നില്ല എന്നാണ് അർത്ഥം. നമ്മൾ പറഞ്ഞ പോലെ ജലത്തിന് ഒരു പോളാർ സംയുക്തമാണ്, അതിന് പോസിറ്റീവ് നെഗറ്റീവ് ആറ്റങ്ങളുണ്ട് അല്ലെ. അപ്പോ ജലം സാധാരണയായിട്ട് നമ്മൾ അയോണിക് അല്ലെങ്കിൽ പോളാർ ആയിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് ലയിപ്പിക്കുക, പോളാറിനെയാണ് ലയിപ്പിക്കുക എന്ന് പറഞ്ഞു. ഇനി സഹസംയോജക സംയുക്തം എന്ന് പറയുമ്പോൾ അതിന് പലപ്പോഴും നോൺ പോളാർ നേച്ചർ ആണ്. അത് ഇലക്ട്രോണുകളൊക്കെ ഷെയർ ചെയ്തിട്ട് രൂപപ്പെടുന്നതാണ് ഈ ഒരു സഹസംയോജക സംയുക്തം എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് മിക്കപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ആറ്റങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സഹസംയോജക സംയുക്തങ്ങൾ ജലത്തിൽ ലയിക്കില്ല എന്ന് നമുക്ക് പറയാം. പോസിറ്റീവ് നെഗറ്റീവ് ആറ്റങ്ങൾ അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ശക്തമായ ആകർഷണം ഉണ്ടാവില്ല. അതിന്റെ റിസൾട്ടായിട്ട് സഹസംയോജക സംയുക്തം അല്ലെങ്കിൽ കോവാലന്റ് കോമ്പൗണ്ട്സ് ഒന്നും എന്ത് ലയിക്കില്ല, ഇവിടെ ജലത്തിൽ ലയിക്കില്ല. അതാണ് പെട്രോൾ മണ്ണെണ്ണ ഒക്കെ പറഞ്ഞ കാര്യങ്ങൾ. ഈ പറഞ്ഞ ഉദാഹരണം തന്നെയാണ്. ഇനി ഈ സഹസംയോജക സംയുക്തം എന്നൊക്കെ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ട് കെമിസ്ട്രിയിൽ കേട്ടോ. ഇനി ഉപ്പ് ജലത്തിൽ ലയിക്കുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോഡിയം ക്ലോറൈഡ് ആണ് ഉപ്പ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ സോഡിയം ക്ലോറിൻ എന്നീ മൂലകങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന അയോണിക സംയുക്തമാണ് കറിയുപ്പ് അല്ലെങ്കിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. എന്തൊക്കെയാ അതിലുള്ളത്? സോഡിയവും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. അപ്പൊ ഈ മൂലകങ്ങൾ സംയോജിച്ചുണ്ടാകുന്ന അയോണിക സംയുക്തമാണ് കറിയുപ്പ്, NaCl. ഇനി ഇതിനകത്ത് എന്തുണ്ട്? സോഡിയം അയോൺസ് ഉണ്ട്, Na+ അല്ലെ, സോഡിയം അയോൺസ് ഉണ്ട്. അതുപോലെ ക്ലോറൈഡ് അയോൺസും ഉണ്ട്, Cl-. ഇവ രണ്ടും ക്രമീകൃതമായ രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഘടനയാണ് ഈ NaCl അല്ലെങ്കിൽ ഉപ്പ് എന്ന് പറയുന്നതിന്റെ ഖരാവസ്ഥയ്ക്കുള്ളത്. സോഡിയം അയോണുകളും ക്ലോറൈഡ് അയോണുകളും കൃത്യമായ രീതിയിൽ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഘടനയാണ് NaCl അഥവാ ഉപ്പിന്റെ ഒരു ഖരാവസ്ഥയ്ക്കുള്ളത്. വിപരീത ചാർജുകളാണ് Na+ഉം Cl- ആണ്. വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഇവയെ പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നത്. ഉപ്പ് പരലുകൾ എന്ന് പറയുമ്പോൾ ഉപ്പ് പരല് ജലത്തിലിടുമ്പോൾ ജല തന്മാത്രകൾ പരലിൽ പ്രവേശിച്ച് Na+ അയോണിനെയും Cl- അയോണിനെയും വലയം ചെയ്യുന്നു. ജല തന്മാത്രകളിലും എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞു? പോസിറ്റീവ് ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്സിജന് നെഗറ്റീവ് ചാർജ് ഉണ്ട്, ഹൈഡ്രജന് പോസിറ്റീവ് ചാർജ് ഉണ്ട്. അതുകൊണ്ടാണ് ജലം പോളാർ സംയുക്തമായതെന്ന് നമ്മൾ പറഞ്ഞു. ജല തന്മാത്രയിലെ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് ഭാഗികമായിട്ടുള്ള പോസിറ്റീവ് ചാർജും ഓക്സിജൻ ആറ്റങ്ങൾക്ക് ഭാഗികമായിട്ടുള്ള നെഗറ്റീവ് ചാർജും ആണ് ഉള്ളത്. അപ്പോ ഓരോ Na+ അല്ലെങ്കിൽ Cl- അയോണിനെയും അവയുടെ വിപരീത ചാർജുള്ള ഭാഗങ്ങളിൽ ജലതന്മാത്രകൾ സമീപിച്ച് വലയം ചെയ്യും. അതുവഴി ജലത്തിൽ Na+ അതുപോലെ തന്നെ Cl- അയോണുകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറയുകയും അയോണുകൾ കൂടുതൽ സ്വതന്ത്രമായി തീരാനുള്ള പ്രവണത കാണിക്കുകയും ചെയ്യും. ധാരാളം ജലയോജിത അയോണുകൾ, ഹൈഡ്രേറ്റഡ് അയോണുകൾ ഉണ്ടാവുകയും ചെയ്യും. ജലയോജിത അയോണുകൾ തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ഉപ്പ് പരലുകൾ അവയുടെ ക്രിസ്റ്റൽ ഘടന നഷ്ടപ്പെട്ട് അയോണിക ലായനിയായി തീരുകയും ചെയ്യും. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി നമുക്ക് നോക്കാം. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിലെന്തുണ്ട്? സോഡിയവും ഉണ്ട്, ക്ലോറിനും ഉണ്ട്. ഈ സോഡിയം അയോണിന് പോസിറ്റീവ് ചാർജും ക്ലോറൈഡ് അയോണിന് നെഗറ്റീവ് ചാർജും ആണ്. അപ്പൊ ഇത് ക്രമീകൃതമായ രീതിയിൽ അടുക്കി വെച്ചൊരു ഘടനയാണ് നമ്മുടെ ഉപ്പിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഈ ഉപ്പിനെ നമ്മൾ ജലത്തിൽ ലയിപ്പിക്കുകയാണെങ്കിൽ ജലത്തിൽ എന്താ ഉള്ളത്? പോസിറ്റീവ് ചാർജുള്ള ഹൈഡ്രജനും ഉണ്ട്, നെഗറ്റീവ് ചാർജുള്ള ഓക്സിജനും ഉണ്ട്. അപ്പൊ ഈ Na+ Cl- അയോണുകളെ എന്ത് ചെയ്യും? ഈ ഒരു ഓക്സിജനും അതുപോലെ ഹൈഡ്രജനും എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നുണ്ട് അല്ലെ. അപ്പോ ഈ ജലത്തില് ഈ Na+ Cl- അയോണുകൾ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറയുകയും അയോണുകൾ കൂടുതൽ സ്വതന്ത്രമായി തീരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ട് ആയിട്ട് ഹൈഡ്രേറ്റഡ് അയോൺസ് ഫോം ചെയ്യുന്നുണ്ട്. എന്നിട്ട്
ആ സമയത്ത് ഉപ്പുപരലുകളുടെ ക്രിസ്റ്റൽ ഘടന നഷ്ടപ്പെട്ടിട്ട് ഇത് അയോണിക ലായനിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഉപ്പുപരലിലെ Na+Cl- അയോണുകൾ അതിസൂക്ഷ്മമായിട്ടുള്ള ജലയോജിത അയോണുകളുമായി ഹൈഡ്രേറ്റഡ് അയോണുകളുമായിട്ട് വേർതിരിഞ്ഞ് ജലത്തിൽ ലയിച്ചു ചേരുകയാണ് ചെയ്യുക. പോളാർ സൊല്യൂട്ട്സ് അല്ലെങ്കിൽ ധ്രുവീയ ലീനങ്ങൾ ധ്രുവീയ ലായകങ്ങളിൽ ലയിക്കുമെന്നാണ് ഇവിടെ പൊതുവെ നിരീക്ഷിക്കുന്നത്. ഓക്കെ, നോക്കി, ധ്രുവീയ അതായത് പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെന്റിൽ ലയിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പോളാർ സൊല്യൂഷൻ ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്, സമാനമായതിനെ ലയിപ്പിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. ഓക്കെയാണ്. ഉപ്പ് ജലത്തിൽ ലയിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ജലവും ഉപ്പും പോളാർ സംയുക്തങ്ങളാണ്. ഉപ്പ് ജലത്തിൽ ലയിക്കുന്നു. സമാനമായതിനെ ലയിപ്പിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഒന്നുകൂടെ വേണമെങ്കിൽ ഈ ബോക്സ് നമുക്ക് ഒന്നുകൂടെ സമപ്പ് ചെയ്ത് പറയാം. അയോണിക സംയുക്തമാണ് ഉപ്പ് എന്ന് പറഞ്ഞു. ഉപ്പ് ഖരാവസ്ഥയിലുള്ളതാണ് അല്ലെ. അപ്പൊ അതിൽ Na+ അയോണും ഉണ്ട്, അതുപോലെ Cl- അയോണും ഉണ്ട്, സോഡിയം അയോണും ഉണ്ട്, ക്ലോറൈഡ് അയോണും ഉണ്ട്. ഇനി ജലതന്മാത്രയിലെ ആറ്റങ്ങളുണ്ട്. ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിന് ഒരു പോസിറ്റീവ് ചാർജ് ആണുള്ളത്. ഓക്സിജൻ ആറ്റത്തിനാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ആണുള്ളത്. ഇനി ഈ ഉപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ഉപ്പ് പരല് അല്ലെങ്കിൽ ക്രിസ്റ്റല് ജലത്തിൽ ലയിക്കുമ്പോൾ Na+ഉം Cl- അയോണുകളും ഉണ്ടാവുന്നുണ്ട്. ഇത് അതിസൂക്ഷ്മമായിട്ടുള്ള ഹൈഡ്രേറ്റഡ് അയോണുകളായിട്ട് വേർതിരിഞ്ഞ് ജലത്തിൽ ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്? ധ്രുവീയ ലീനങ്ങൾ അല്ലെങ്കിൽ പോളാർ സൊല്യൂട്ട് പോളാർ സോൾവെന്റിൽ ലയിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പോളാർ സൊല്യൂഷൻസ് ഫോം ചെയ്യുന്നത്. ഇതിന്റെ അടിസ്ഥാനപരമായ തത്വം എന്ന് പറയുന്നത് എന്താണ്? സമാനമായതിനെ ലയിപ്പിക്കും എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ലായകങ്ങളുടെ നിത്യജീവിതത്തിലെ ഉപയോഗങ്ങളാണ്. ജലം എന്നത് സാർവിക ലായകമാണ് എന്ന് നമുക്കറിയാം. യൂണിവേഴ്സൽ സോൾവെന്റ് ജലമാണ്, യൂണിവേഴ്സൽ സോൾവെന്റ് അല്ലെങ്കിൽ സാർവിക ലായകം എന്ന് പറയുന്നത്. ഇനി മറ്റ് ലായകങ്ങളുടെ ഉപയോഗങ്ങൾ കൂടിയാണ് നമുക്ക് ഇനി ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നോക്കാം. പെട്രോള്, മണ്ണെണ്ണ, ടർപ്പന്റൈൻ, അമോണിയ, ലായനി. ഇതൊക്കെ എന്ത് ചെയ്യാനാ? വസ്ത്രങ്ങളിലെ ഗ്രീസ്, പെയിന്റ്, കറ തുടങ്ങിയവ നീക്കം ചെയ്യാനും ഡ്രൈ ക്ലീനിങ്ങിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, പെട്രോള്, മണ്ണെണ്ണ, ടർപ്പന്റൈൻ, അമോണിയ, ലായനി എന്നിവയൊക്കെ വസ്ത്രങ്ങളിലെ ഗ്രീസ്, പെയിന്റ്, കറ തുടങ്ങിയവയൊക്കെ നീക്കം ചെയ്യാനായിട്ടും ഡ്രൈ ക്ലീനിങ്ങിനായിട്ടും ഉപയോഗിക്കാം. ഇനി അടുത്തത് ബോറാക്സ് ലായനി എന്ന് പറയുമ്പോൾ വസ്ത്രങ്ങളിലെ കാപ്പി, ചായ അതിന്റെയൊക്കെ കറ, വസ്ത്രങ്ങളിലെ കാപ്പി, ചായ കറ കളയാനൊക്കെ നമുക്ക് ബോറാക്സ് ലായനി ഉപയോഗിക്കാം. ഇനി ആൽക്കഹോളിന്റെ യൂസ് പറയുന്നുണ്ട്. ആൽക്കഹോള് സുഗന്ധദ്രവ്യ നിർമ്മാണത്തില് അരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാൻ, അരോമ എന്ന് പറഞ്ഞാൽ സുഗന്ധം എന്നാണ് അർത്ഥം, അരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അരോമാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? സുഗന്ധമുള്ളത്, അതായത് ബെൻസീൻ വളയമുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അരോമാറ്റിക് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്രയും പഠിച്ചു വെക്കുക. ആൽക്കഹോൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യും? സുഗന്ധദ്രവ്യ നിർമ്മാണത്തില് അരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പോളാറും നോൺ പോളാറും ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഉള്ളത്. അതായത് ചാർജും ചാർജ് ഇല്ലാത്തതുമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അപ്പോൾ അരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാനായിട്ട് അതിന് സാധിക്കുമെന്ന് മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ആൽക്കഹോൾ അരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യും. ഇനി അടുത്തത് ടിങ്ചർ അയഡിൻ. അപ്പൊ എന്താണ് ഈ ടിങ്ചർ അയഡിൻ എന്നുള്ളത് പ്രത്യേകമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ടിങ്ചർ അയഡിൻ എന്താണ്? 2-3% അയഡിൻ 2-3% അയഡിൻ ആൽക്കഹോളിലും ജലത്തിലും ലയിപ്പിച്ച ലായനിയാണ് ഇത്. ഓക്കെ, എന്താണ് ടിങ്ചർ അയഡിൻ? 2-3% അയഡിൻ ആൽക്കഹോളിലും ജലത്തിലും ലയിപ്പിച്ച ലായനിയാണ് ടിങ്ചർ അയഡിൻ എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? മുറിവുകൾ കഴുകി വൃത്തിയാക്കാനും അണുനാശനത്തിനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ടിങ്ചർ അയഡിൻ കേട്ടോ. ടിങ്ചർ അയഡിൻ. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. 2-3% അയഡിൻ ആൽക്കഹോളിലും ജലത്തിലും ലയിപ്പിച്ച ലായനിയാണ് ടിങ്ചർ അയഡിൻ. ഈ ഒരു പോയിന്റ്, ഈ ഒരു പേരൊന്ന് ഓർത്ത് വെച്ചേക്കാട്ടോ. ചിലപ്പോൾ നമുക്ക് എന്താണ് ടിങ്ചർ അയഡിൻ എന്താന്നിട്ട് നമ്മളോട് ചോദിക്കാം എന്താന്നുള്ളത്, അല്ലെങ്കിൽ ഉപയോഗം എന്താണെന്ന് ചോദിക്കാം. 2-3% എന്താണ്? അയഡിൻ ആൽക്കഹോളിലും ജലത്തിലും ലയിപ്പിച്ച ലായനിയാണ് എന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ജലം എന്ന് പറയുന്ന യൂണിവേഴ്സൽ സോൾവെന്റ് ആണ്. ഒരുപാട് രീതിയിൽ നമ്മൾ നിത്യോപയോഗത്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി അത് കൂടാതെ തന്നെ മറ്റു കുറച്ച് ലായകങ്ങൾ, അതിന്റെ ഉപയോഗങ്ങളുമാണ് പറഞ്ഞത്. പെട്രോള്, മണ്ണെണ്ണ, ടർപ്പന്റൈൻ, അമോണിയ ലായനി പോലെയുള്ള നോൺ പോളാർ ആയിട്ടുള്ള ലായനികളാണ്.
അപ്പൊ ഇത് ലായകങ്ങളാണ്. ഇതിന്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ വസ്ത്രത്തിലെ ഗ്രീസ്, പെയിന്റ്, കറ തുടങ്ങിയവ നീക്കം ചെയ്യാനും ഡ്രൈ ക്ലീനിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ബൊറാക്സ് ലായനി, ബൊറാക്സ് ലായനിയും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. വസ്ത്രങ്ങളിലെ കാപ്പി, ചായ, കറ കളയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൽക്കഹോൾ ആണെങ്കിലോ അരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട്, സുഗന്ധദ്രവ്യ നിർമ്മാണത്തിൽ അരോമാറ്റിക് ഓയിലുകളെ ലയിപ്പിക്കാനായിട്ട് ആൽക്കഹോള് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ഭാഗം. ഇനി ലായനികളുടെ കുറച്ച് സവിശേഷതകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ പ്രത്യേകിച്ച് ഒന്നുമില്ല. നേർത്ത ലായനി എന്താണ്, അതുപോലെ തന്നെ ഘാടലായനി എന്താണ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് എക്സാമ്പിൾ ആണ് ആദ്യം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് ആവശ്യമില്ല, നമുക്ക് പോയിന്റിലേക്ക് വരാം. ഘാടലായനി എന്താണ് അല്ലെങ്കിൽ നേർത്ത ലായനി എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഒരു നിശ്ചിത അളവ് ലായനി ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവിനെയാണ് ലായനിയുടെ ഘാടത എന്ന് പറയുന്നത്. നോക്കിയേ, ഒരു ഗ്ലാസ് ചായ എടുത്തു നമ്മൾ, ഒരു ഗ്ലാസ് ചായ. അപ്പൊ ഈ ചായക്ക് ആവശ്യമായിട്ടുള്ള 1 സ്പൂൺ പഞ്ചസാര നമ്മൾ ഇട്ടു, അല്ലെ? 1 സ്പൂൺ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ഇട്ടു. അപ്പൊ എന്താണ്, നമുക്ക് കുടിക്കാൻ പാകത്തിനുള്ള ആ ഒരു പഞ്ചസാര ലയിച്ച് പാകത്തിന് മധുരമായി. നമ്മൾ ഒരു 4, 5, 6 സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ടു. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ വ്യത്യാസമായി, അല്ലെ? ഘാടതയ്ക്ക്, അതിലുള്ള മധുരത്തിന്റെ ഘാടതയ്ക്ക് വ്യത്യാസമാണ്. അപ്പൊ നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണ് ലായനിയുടെ ഘാടത എന്ന് പറയുന്നത്. ഒരു ലായനിയിൽ ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത ലായനിയാണ്. നമ്മൾ 1 സ്പൂൺ പഞ്ചസാര ഇട്ടുണ്ടാക്കിയ ചായ എന്ന് പറയുന്നത് നേർത്ത ലായനിയാണ്, അല്ലെ? ഇനി 5, 6 സ്പൂൺ പഞ്ചസാര ഇട്ടുണ്ടാക്കിയ 1 ഗ്ലാസ് ചായ എന്ന് പറയുന്നത് ഘാടലായനിയാണ്, അല്ലെ? ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഘാടലായനി എന്താണ്, നേർത്ത ലായനി എന്താന്നുള്ളത് മനസ്സിലായി, അല്ലെ? ഒരു ലായനിയിൽ ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത ലായനിയാണ്. അതേസമയം ലായനിയിൽ ലീനത്തിന്റെ അളവ് കൂടുതലാണെങ്കിൽ അത് ഘാടലായനിയും ആണ്. ഇനി ഒരു ലായനിയുടെ ഘാടത പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് പല അളവുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്നാണ് മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് കൂടാതെ പാർട്സ് പെർ മില്യൺ ഉണ്ട്, വോളിയം പെർസെൻറ്റേജ് ഉണ്ട്, മൊളാരിറ്റി ഉണ്ട്. ഇതൊക്കെ എന്താണ്, ലായനിയുടെ ഘാടത പ്രസ്താവിക്കുന്ന അളവുകളാണ്. ഓൾഡ് എസ്സിആർടിയിൽ ഇത് നമുക്കൊരു ബോക്സിലാക്കിയിട്ടാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ്, ഒരു നിശ്ചിത അളവ് ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ അളവാണ് ലായനിയുടെ ഘാടത എന്ന് പറയുന്നത്. നമ്മുടെ ലീനത്തിന്റെ അളവ് കുറവാണെങ്കിൽ അത് നേർത്ത ലായനി അല്ലെങ്കിൽ ഡൈല്യൂട്ട് സൊല്യൂഷൻ ആയിരിക്കും. ലീനത്തിന്റെ അളവ് കൂടിയ ലായനിയാണെങ്കിൽ അത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആയിരിക്കും. ഇനി ഈ ഘാടത പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് അളവുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. ആ അളവുകളാണ് ഏത്? ഫസ്റ്റ് വൺ മാസ് പെർസെൻറ്റേജ് കേട്ടോ. ഫസ്റ്റ് വൺ ആണ് മാസ് പെർസെൻറ്റേജ്. മാസ് പെർസെൻറ്റേജ് കൂടാതെ നമുക്ക് താഴേക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ PPM എന്ന് പറയും. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ വോളിയം പെർസെൻറ്റേജ് ഉണ്ട്, മൊളാരിറ്റി ഉണ്ട്. അപ്പൊ നോക്കാം, അതിൽ കുറച്ച് പ്രോബ്ലംസും നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ ആദ്യം ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ മാസ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് ഏത്? മാസ് പെർസെൻറ്റേജ്. ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? 100 എന്നാണ്, അല്ലെ? അപ്പൊ ലായനിയിൽ ലയിച്ചു ചേർന്ന ലീനത്തിന്റെ മാസ് ശതമാനത്തിൽ പ്രസ്താവിക്കുന്ന രീതിയാണ് മാസ് പെർസെൻറ്റേജ്. അതായത് 100 ഗ്രാം ലായനിയിൽ എത്ര ലീനം ലയിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലായനിയുടെ മാസ് പെർസെൻറ്റേജ് കണക്കാക്കുന്നത്. അപ്പൊ ഈ മാസ് പെർസെൻറ്റേജ് കണക്കാക്കുന്ന ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കുക. ലായനിയുടെ മാസ് പെർസെൻറ്റേജ് എങ്ങനെ കണക്കാക്കും? ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ്. അത് ശതമാനത്തിൽ കണക്കാക്കണ്ടേ? അതിനുവേണ്ടി നമുക്കൊരു 100 കൊണ്ട് കൂടി ഇൻഡ്യൂ ചെയ്യണം. അപ്പൊ ലായനിയുടെ മാസ് പെർസെൻറ്റേജ് കണക്കാക്കാൻ ലീനത്തിന്റെ മാസ് നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? എത്രത്തോളം ലീനം അടങ്ങിയിട്ടുണ്ടെന്ന. അപ്പൊ ലീനം എത്രത്തോളം അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാൻ ലീനത്തിന്റെ മാസിനെ ലായനിയുടെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ലായനിയാണ് പഞ്ചസാര ലയിച്ചുണ്ടായ ലായനി. ആ ലായനിയിൽ എത്രത്തോളം പഞ്ചസാര ഉണ്ട് എന്നറിയാൻ പഞ്ചസാരയുടെ അളവ് ഡിവൈഡഡ് ബൈ പഞ്ചസാര ലായനിയുടെ മാസ് ഇൻറ്റു 100 ആണ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കൊരു ഉദാഹരണം തന്നിട്ടുണ്ട്, നോക്കാം. 10 ഗ്രാം ഉപ്പ്, നോക്കണേ, 10 ഗ്രാം ഉപ്പ് 90 ഗ്രാം ജലത്തിൽ ലയിപ്പിച്ചു എന്നിരിക്കട്ടെ. മാസ് പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഘാടത കണക്കാക്കുന്നത്? ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. ലീനത്തിന്റെ മാസ് എത്രയാന്ന് തന്നിട്ടുണ്ട്. ലീനം എന്ന് പറയുമ്പോൾ കുറഞ്ഞ അളവിലുള്ളതാണ്, അല്ലെ? കുറഞ്ഞ അളവിലുള്ളതാണ് ലീനം എന്ന് പറയുന്നത്. ഇവിടുത്തെ ലീനം ഏതാണ്? ഉപ്പാണ്. ഉപ്പിന് 10 ഗ്രാം ആണ് തന്നിരിക്കുന്നത്. 10 ഗ്രാം. ഓക്കെ, 10 നമ്മൾ എഴുതുന്നു. ഇനി അടുത്തത് ലായകത്തിന്റെ മാസ് എത്രയാണ്? ലായകം ഇവിടെ ജലമാണ്. 90 ഗ്രാം ആണ്. 90 ഗ്രാം. അപ്പൊ ലീനം ലായകത്തിൽ ലയിച്ചാണ് എന്തുണ്ടാവുന്നത്? ലായനി ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചു. ലീനം ലായകത്തിൽ ലയിച്ചാണ് ലായനി ഉണ്ടാകുന്നത്.
അപ്പോൾ ലായനിയുടെ മാസ് എന്ന് പറയുമ്പോൾ ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതിയല്ലോ. 10ഉം 90 തമ്മിൽ ആഡ് ചെയ്തു 100 ഗ്രാം എന്ന് കിട്ടി. ലായകം എന്ന് പറയുന്നത് 90 ഗ്രാം ആണ്. ലീനം എന്ന് പറയുന്നത് 10 ഗ്രാം ആണ്. ഇത് തമ്മിൽ ലയിച്ചുണ്ടായ ലായനി ഉപ്പുവെള്ളം, ഈ ഒരു ഉപ്പുവെള്ളത്തിന്റെ മാസ് എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഈ ലായനിയുടെ മാസ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ലായനിയുടെ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നത് എന്താണ്? 100 ഗ്രാം ലായനിയിൽ എത്ര ഗ്രാം ലീനം അടങ്ങിയിട്ടുണ്ട് എന്നാണ് കണ്ടുപിടിക്കുന്നത്, അല്ലെ? അപ്പോ ലീനത്തിന്റെ അളവ്, ലീനത്തിന്റെ ആ ഒരു മാസ് ആണ് മുകളിൽ കൊടുക്കേണ്ടത്. ലീനത്തിന്റെ മാസ് ഇക്വേഷൻ നോക്കാം. ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു പെർസെൻറ്റേജ് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് 100 കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു. 10/100 ഇൻറ്റു 100. 100ഉം 100ഉം തമ്മിൽ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി എന്തുണ്ട്? 10% എന്നുണ്ട്. ഓക്കെ, ആൻസർ കിട്ടി. ഈസി ആണല്ലോ. ഇപ്പൊ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതേ അടുത്തൊരു ഭാഗം, മറ്റൊരു ചോദ്യം ചെയ്യാം. 18 ഗ്രാം ജലത്തിൽ എ എന്ന പദാർത്ഥത്തിന്റെ 2 ഗ്രാം ചേർത്ത് ഒരു ലായനി തയ്യാറാക്കി. ഓക്കെ, അപ്പൊ ലീനമാണ് എന്ത്? 2 ഗ്രാം എന്ന് പറയുന്നത് ലീനമാണ്. ലീനമാണ് 2 ഗ്രാം. ഓക്കെ, ലീനം 2 ഗ്രാം ആണ്. ഇനി 18 ഗ്രാം ഇവിടെ എന്താണ്? ലായകമാണ്. ലായകം 18 ഗ്രാമും ലീനം 2 ഗ്രാമും ആണെങ്കിൽ ഇവിടുത്തെ ലായനി എത്രയാണ്? അപ്പോ 20 ഗ്രാം അല്ലേ? 18ഉം 20ഉം തമ്മിൽ ചേർത്ത് 20 ഗ്രാം ലായനിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ലായനിയുടെ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100 ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ലീനത്തിന്റെ മാസ് ഡിവൈഡഡ് ബൈ ലായനിയുടെ മാസ് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. 0ഉം 0ഉം തമ്മിൽ ക്യാൻസൽ ആയി പോയി. 10 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 5 കിട്ടി. 5 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10% ആണ് കിട്ടും, അല്ലെ? മാസ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ 10 ഇട്ടിട്ട് പെർസെൻറ്റേജ് കൂടി കൊടുക്കണം. ഓക്കെ അല്ലേ? ഇനി ഇവിടെ കണ്ടോ, ഒരാൾ തയ്യാറാക്കിയ ഉപ്പുവെള്ളത്തിന്റെ ഗാഢത 15% എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 15% ആണെന്ന് പറഞ്ഞാൽ 15 ഗ്രാം ഉപ്പാണ് 100 ഗ്രാം ലായനിയിൽ ലയിച്ചിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ ആയോ? ഒരാൾ തയ്യാറാക്കിയ ഉപ്പുവെള്ളത്തിന്റെ ഗാഢത 15% ആണെന്ന് പറയുന്നത്. ശതമാനം എന്ന് പറയുന്നത് എപ്പോഴും 100നെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 15 ഗ്രാം ഉപ്പാണ് 100 ഗ്രാം ലായനിയിൽ, ഈ ഒരു സൊല്യൂഷനിൽ ലയിച്ചിരിക്കുന്നത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇനി മാസ് പെർസെൻറ്റേജിന്റെ അടിസ്ഥാനത്തിൽ ലായനിയുടെ ഗാഢത കണ്ടെത്തുന്നത് ചില വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൽ പ്രധാനമാണ്. ഉദാഹരണമായിട്ട് വ്യാവസായിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ബ്ലീച്ചിങ് ലായനി എന്നത് 3.62 മാസ് പെർസെൻറ്റേജ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റിന്റെ ജലീയ ലായനിയാണ്. അളവുകൾ കൃത്യമായിരിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ ഒരു കാര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതായത് മാസ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ വ്യാവസായികപരമായിട്ടുള്ള ഓരോ നിർമ്മാണത്തിനും ഈ ഒരു മാസ് പെർസെൻറ്റേജ് അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ കണ്ടെത്തുന്നത്. ഓക്കെ, ലീനത്തിന്റെ അളവ് കണ്ടെത്തുന്നത്, മാസ് പെർസെൻറ്റേജ് കണക്കാക്കുന്നത് ഒക്കെ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഉദാഹരണം തന്നിരിക്കുന്നത് ബ്ലീച്ചിങ് ലായനി ഉണ്ടാക്കാനായിട്ട് 3.62 മാസ് പെർസെൻറ്റേജ് സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ജലത്തിൽ ലയിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബ്ലീച്ചിങ് ലായനി ഉണ്ടാക്കുന്നത്. അപ്പൊ 100 ഗ്രാം ജലം എടുത്തിട്ടുണ്ടെങ്കിൽ 3.62 എന്താണ്? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് ആണ് അതിൽ ലയിപ്പിക്കേണ്ടത് എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പാർട്സ് പെർ മില്യൺ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചിട്ട് അടുത്ത ഭാഗത്തേക്ക് വരാം. പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്നത് ലായനിയുടെ ഗാഢത പ്രസ്താവിക്കുന്ന മറ്റൊരു അളവുകോലാണ് പാർട്സ് പെർ മില്യൺ. ഈ ഭാഗത്തുനിന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നോക്കാം, പാർട്സ് പെർ മില്യൺ എന്നാണ്. അപ്പൊ മില്യൺ എന്ന് പറയുമ്പോൾ ദശലക്ഷമാണ്. പാർട്സ് പെർ മില്യൺ. ഓക്കെ, അപ്പൊ ഈ PPM എന്നുള്ളതാണ് ഇതിന്റെ ഷോർട്ട് ഫോം. ഒരു നിശ്ചിത മാസ് ലായനിയുടെ ദശലക്ഷം ഭാഗത്തിൽ എത്ര ഭാഗം ലീനം? ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചത് എന്താണ്? നമ്മൾ മാസ് പെർസെൻറ്റേജ് പറഞ്ഞത് 100 ഗ്രാം ലായനിയിൽ എത്ര ലീനം ഉണ്ടെന്നാണ് കണ്ടുപിടിച്ചത്. PPM അല്ലെങ്കിൽ പാർട്സ് പെർ മില്യൺ എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത മാസ് ലായനിയുടെ ദശലക്ഷം ഭാഗത്തിൽ എത്ര ലീനം ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത്. അതാണ് പാർട്സ് പെർ മില്യൺ. അതായത് വളരെ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ സാന്നിധ്യം പ്രസ്താവിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഈ ഒരു PPM അല്ലെങ്കിൽ പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്, ഈ ഒരു അളവ് യൂസ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ അളവിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കാൻ. ഇതാണ് PSCയുടെ PYQ.
UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് ചോദിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. കുടിവെള്ളത്തിൽ അടങ്ങിയ ക്ലോറിന്റെ അളവ് എത്രയാണ്? 4 ppm, 4 parts per million ആണ്. ഇതാണ് PYQ ആയിട്ടുണ്ടായിരുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. കുടിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറിന്റെ അളവ് 4 ppm ആണ്. കടൽ വെള്ളത്തിൽ ലയിച്ച ഓക്സിജന്റെ അളവ് 5.8 ppm ആണ്. ഓക്കെ, അപ്പൊ കുടിവെള്ളമാണ് ചോദിച്ചെങ്കിൽ നാളെ നമുക്ക് കടൽ വെള്ളം ചോദിച്ചേക്കാം. അപ്പൊ കടൽ വെള്ളത്തിൽ ലയിച്ച ഓക്സിജന്റെ അളവ് 5.8 parts per million ആണ്. അതുപോലെ മറ്റൊരു പോയിന്റോട് പറയുന്നത്, വ്യവസായവൽക്കരണത്തിന് മുൻപുള്ള കാലഘട്ടങ്ങളിൽ ഹരിതഗ്രഹ വാതകങ്ങളിൽ ഒന്നായിരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അന്തരീക്ഷത്തിലെ അളവ് 270 ppm ആണ്, പാർട്സ് പെർ മില്യൺ ആയിരുന്നു. എന്നാൽ വ്യാവസായികവൽക്കരണത്തിന് ശേഷം ഇത് 414 ppm ആയി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആഗോള താപനത്തിന് കാരണമാകുന്ന ഒരു ഘടകം ഇതാണ്. ലായനിയുടെ ഗാഢത സൂചിപ്പിക്കുന്ന മറ്റു ചില തോതുകളാണ് വോളിയം പെർസെൻറ്റേജ്, മൊളാലിറ്റി എന്നിവ. ഇത് നമുക്ക് ഇവിടെ തന്നിട്ടില്ല, എങ്കിലും ലായനി എന്ന ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത് കൊണ്ട് ഈ ഒരു ഏരിയ മൊളാലിറ്റി എന്താണ്, വോളിയം പെർസെൻറ്റേജ് എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അത് നമുക്ക് പഠിക്കാം കേട്ടോ. ഇനി അടുത്തത് പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്നാണ് നോക്കുന്നത്. പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ പൂരിത ലായനി എന്നാണ് വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അല്ലെ. പൂരിത ലായനി നോക്കാം എന്താന്നുള്ളത്. നമുക്ക് എക്സാമ്പിളുകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. എക്സാമ്പിളൊക്കെ എടുത്ത് നമ്മളത് കവർ ചെയ്യുമ്പോഴേക്കും നമ്മുടെ വീഡിയോയുടെ ലെങ്ത്തും കൂടും, അത് നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ഭാഗം എടുക്കാത്തത്. ഇപ്പൊ ഇവിടെ നോക്കാം, എന്താണ് പൂരിത ലായനി അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ ലഭിക്കുന്ന ലായനിയാണ് പൂരിത ലായനി. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്നാൽ കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി എന്ന് പറയുന്നത്. നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുത്തു, അതിൽ നമ്മളൊരു റൂം ടെമ്പറേച്ചർ ആണെന്ന് വിചാരിച്ചു. റൂം ടെമ്പറേച്ചറിൽ മാക്സിമം ഒരു ഗ്ലാസ് വെള്ളത്തിൽ എത്രത്തോളം പഞ്ചസാര അലിഞ്ഞു ചേരുന്നുള്ളതിനൊരു അളവുണ്ട്. അതിൽ കൂടുതൽ അതിൽ അലിഞ്ഞു ചേരില്ല. നമ്മൾ എത്ര ഇളക്കി ചേർക്കാൻ ശ്രമിച്ചാലും ആ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിൽ കൂടുതൽ അലിഞ്ഞ് ചേരില്ല. ഇനി അപൂരിത ലായനി എന്നാൽ എന്താന്ന് നോക്കാം. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിനേക്കാൾ കുറവ് ലീനം ലയിപ്പിച്ച ലായനിയാണ് അപൂരിത ലായനി എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു. ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 500 ഗ്രാം പഞ്ചസാര ലയിപ്പിച്ച് ചേർക്കാനേ നമുക്ക് മാക്സിമം പറ്റുള്ളൂ എന്ന് വെച്ചു. ഓക്കെ, ആ 500 ഗ്രാം ലയിപ്പിച്ച് ചേർന്ന് ആ ഒരു 500 കഴിഞ്ഞ് തൊട്ടടുത്ത ഗ്രാം പഞ്ചസാര അല്ലെങ്കിൽ ഒരു 550 ഗ്രാം പഞ്ചസാര അതിലൊരിക്കലും ലയിക്കില്ല. മാക്സിമം ഒരു 500 ഗ്രാം പഞ്ചസാരയാണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ലയിക്കുന്നത് എന്ന് സപ്പോസ് ചെയ്യാം. അപ്പോൾ ഒരു നിശ്ചിത റൂം ടെമ്പറേച്ചറിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാക്കാൻ ആവശ്യമായതിനേക്കാൾ കുറവ് ലീനം ലയിപ്പിച്ച ലായനി. ഇനി ഈ 500 പൂർണ്ണമായും ഡിസോൾവ് ആവുന്ന 500 മില്ലിഗ്രാം പഞ്ചസാര പൂർണ്ണമായും ഡിസോൾവ് ആകുന്ന ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ 400 ഗ്രാം പഞ്ചസാര ഇതുവരെ ലയിപ്പിച്ചിട്ടുള്ളൂ എന്ന് വെക്കാം. അപ്പൊ അതെന്താണ്? അപൂരിത ലായനിയാണ്. അതായത് ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിനേക്കാൾ കുറവ് ലീനമാണ് നമ്മൾ ലയിപ്പിച്ചിരിക്കുന്നത്. അതാണ് അപൂരിത ലായനി അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ക്ലിയർ ആയല്ലോ? ഇനി ഇതില് നമ്മളൊരു 500 ഗ്രാം പഞ്ചസാര പൂർണ്ണമായും ലയിപ്പിച്ചു. അതിൽ കൂടുതൽ ഇനി എന്ത് ചെയ്താലും ഈ ഒരു താപനിലയിൽ കൂടുതൽ ലയിക്കില്ല. അതാവുമ്പോൾ എന്തായി? അത് സാച്ചുറേറ്റഡ് സൊല്യൂഷനാണ്, പൂരിത ലായനി. ഇതിൽ 450 അല്ലെങ്കിൽ 400 നമ്മൾ ലയിപ്പിച്ചിട്ടുള്ളൂ. 400 മില്ലിഗ്രാം പഞ്ചസാരയെ ലയിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ 500 ലയിക്കുന്ന സ്ഥാനത്ത് 400 ഗ്രാമേ നമ്മൾ ലയിപ്പിച്ചുള്ളെങ്കിൽ അത് അപൂരിത ലായനിയാണ്. കാരണം എന്താണ്? കുറവ് ലീനമാണ് ലയിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അപൂരിത ലായനിയാണ്. ഓക്കെ ആയല്ലോ? സാച്ചുറേറ്റഡ് എന്താണ്, അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് എന്താന്നുള്ളത് മനസ്സിലാക്കി. ഇനി ഒന്നുകൂടി ഉണ്ട് ഈ ഭാഗത്ത്, അതാണ് അതിപൂരിത ലായനി, സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പൊ നമ്മൾ പറഞ്ഞു പരമാവധി ലീനം ലയിച്ച് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ കൂടുതലായിട്ട് ഒന്നും ലയിപ്പിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ സാധനത്തിനെ 500 ഗ്രാം പഞ്ചസാര ചേർത്ത ഒരു ഗ്ലാസ് വെള്ളത്തിനെ നമ്മളൊന്ന് ചൂടാക്കുകയാണ്. നമ്മൾ കുറച്ചും കൂടി പഞ്ചസാര അതിലേക്ക് ലയിപ്പിക്കണം എന്നുണ്ട്. അപ്പൊ നമ്മളൊന്ന് ചൂടാക്കി നോക്കി. എന്നിട്ട് വീണ്ടും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടു. അപ്പൊ എന്ത് ചെയ്തു? അതും ലയിച്ചു. മനസ്സിലായോ? അപ്പോൾ അതിനെ അതിപൂരിത ലായനി എന്ന് പറയും. അതായത് ഒരു നിശ്ചിത താപനിലയിൽ
പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്ന ലായനിയെ അതിപൂരിത ലായനി എന്ന് പറയുന്നു. ഒരു നിശ്ചിത താപനിലയിൽ പൂരിതമാകാൻ ആവശ്യമായതിൽ കൂടുതൽ ലീനം ലയിച്ചു ചേർന്നാൽ അതിപൂരിത ലായനി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ എളുപ്പത്തിന് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇത് പൂരിത ലായനി. പൂരിത ലായനിയാണ്, അതായത് 500 ഗ്രാം പഞ്ചസാര ലയിച്ചു ചേർന്ന ലായനിയാണ് പൂരിത ലായനി എന്ന് വിചാരിക്കാം. ഒരു എക്സാമ്പിൾ മനസ്സിലാവാൻ എളുപ്പത്തിനാണ് പറയുന്നത്, കൺഫ്യൂഷൻ ഉള്ളവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. ഇതിൽ നമ്മൾ 500 ഗ്രാം പഞ്ചസാര ലയിപ്പിച്ച് ചേർത്തു അറ്റ് റൂം ടെമ്പറേച്ചർ. ഓക്കെ, റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ ലയിപ്പിച്ചത്. ഇനി ഇവിടെ നോക്കിയേ, ഇത് അപൂരിത ലായനി. അപൂരിത ലായനി, അപൂരിതം. ഇനി ഇവിടെ അതിപൂരിതം. അതിപൂരിതം. എന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എഴുതാൻ കുറച്ച് പ്രയാസമാണ് കേട്ടോ, മൗസ് പോയിന്റർ യൂസ് ചെയ്തിട്ട്. അപ്പൊ ഇത് ഇവിടെ ഒരു 600 ഗ്രാം പഞ്ചസാര ഉണ്ടെന്ന് വിചാരിക്കട്ടോ, ഇവിടെ 450. അപ്പോ ഈ ഒരു ഗ്ലാസ് വെള്ളത്തില് 500 ഗ്രാം പഞ്ചസാര നമ്മൾ ലയിപ്പിച്ച് കഴിഞ്ഞു. ഓക്കെ, അതെന്ത് ലായനിയാണ്? പൂരിത ലായനിയാണ്. ഈ 500 ഗ്രാം ലയിപ്പിക്കുന്നതിന് മുൻപ് ഒരു 450 ഗ്രാം വരെ ലയിപ്പിച്ചപ്പോൾ അതിലോട്ട് കുറച്ചുകൂടി ലീനം ഇനിയും ലയിക്കും എന്നുള്ള അവസ്ഥയാണ് അല്ലെ, അത് പൂരിതമായിട്ടില്ല. അപ്പൊ പൂരിതമാവുന്നതിന് മുൻപുള്ള അവസ്ഥയാണ് അപൂരിതം എന്ന് പറയുന്നത്. ഇനി പൂരിതമായി കഴിഞ്ഞു, 500 ഗ്രാമും ലയിച്ചു, ഇനി അതിൽ ഒരു സ്പൂണും കൂടി ഇട്ടാൽ പോലും അത് ലയിക്കില്ല എന്ന അവസ്ഥ എത്തി. അപ്പൊ എന്തായി? പൂരിത ലായനിയായി അറ്റ് റൂം ടെമ്പറേച്ചർ. നമ്മൾ ഈ ഒരു ഗ്ലാസ് വെള്ളത്തിനെ, പഞ്ചസാര കലങ്ങിയിരിക്കുന്ന ഈ ഒരു ഗ്ലാസ് വെള്ളത്തിനെ ഒന്ന് ചൂടാക്കി താപം കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ വീണ്ടും ലീനം ലയിച്ചു. അപ്പൊ അതെന്തായി? അതിപൂരിത ലായനിയായി. ക്ലിയർ ആയല്ലോ? അതിൽ 100 ഗ്രാം പഞ്ചസാര കൂടി ലയിച്ചു. അപ്പൊ അതെന്തായി? അതിപൂരിത ലായനിയായി. ഓക്കെ ആണേ? ഇനി ഇവിടെ ഫോം ചെയ്ത അതിപൂരിത ലായനി ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒന്ന് ചൂടാക്കിയായിരുന്നു, ആ കാര്യം വിട്ടുപോകരുത്. ചൂടാക്കിയപ്പോഴാണ് നമുക്ക് അധികമായിട്ടുള്ള ലീനം ലയിപ്പിക്കാനായിട്ട് പറ്റി അതിനെ അതിപൂരിത ലായനി ആക്കിയത്. ഇനി ഈ അതിപൂരിത ലായനിയെ നമ്മൾ സാവധാനത്തിൽ അങ്ങ് തണുപ്പിക്കുകയെന്ന് വെച്ചോളൂ. സാവധാനത്തിൽ തണുപ്പിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും? ഈ അലിഞ്ഞു ചേർന്ന ലീനത്തിന്റെ ക്രിസ്റ്റലുകൾ, പരലുകൾ രൂപപ്പെടും. ഓക്കെ, അതിനെയാണ് ക്രിസ്റ്റലൈസേഷൻ എന്ന് പറയുന്നത്, പരലീകരണം എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, അതിപൂരിത ലായനിയെ സാവധാനത്തിൽ തണുപ്പിച്ചാല് ലീനത്തിന്റെ ക്രിസ്റ്റലുകൾ രൂപപ്പെടും. ആ പ്രക്രിയയാണ് ക്രിസ്റ്റലൈസേഷൻ. കണ്ടോ? അതിപൂരിത ലായനിയെ സാവധാനത്തിൽ തണുപ്പിക്കുമ്പോൾ ലീനത്തിന്റെ ക്രിസ്റ്റലുകൾ രൂപപ്പെട്ടു വരുന്ന പ്രക്രിയയാണ് പരലീകരണം അല്ലെങ്കിൽ ക്രിസ്റ്റലൈസേഷൻ. ഓക്കെ ആയല്ലോ? ഇനി അടുത്തത് ലേയത്വം അല്ലെങ്കിൽ സോലുബിലിറ്റിയെ കുറിച്ചാണ് നോക്കാനായിട്ട് പോകുന്നത്. സോലുബിലിറ്റി. ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായിട്ടുള്ള ലീനത്തിന്റെ അളവിനെയാണ് ആ ഒരു ലീനത്തിന്റെ ലേയത്വം എന്ന് പറയുന്നത്. എന്തെങ്കിലും മനസ്സിലായോ? ഒരു നിശ്ചിത താപനിലയിൽ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായിട്ടുള്ള ലീനത്തിന്റെ അളവ്, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ 100 ഗ്രാം ലായകമാണ്. ഈ 100 ഗ്രാം ലായകത്തെ പൂരിതമാക്കാൻ ആവശ്യമായിട്ടുള്ള ലീനത്തിന്റെ അളവിനെയാണ് ആ ഒരു ലീനത്തിന്റെ ലേയത്വം എന്ന് പറയുന്നത്. അപ്പൊ 100 ഗ്രാം ലായകം വെള്ളം എടുത്തു എന്ന് വെച്ചോ, 100 ഗ്രാം വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർക്കുകയാണ്. കുറച്ച് പഞ്ചസാര ചേർത്തിളക്കി, വീണ്ടും ചേർത്തിളക്കി, വീണ്ടും ചേർത്തിളക്കി, വീണ്ടും ചേർത്തിളക്കി, അത് പൂരിതമാവുന്നത് വരെ ഇളക്കി. അപ്പൊ ആ പൂരിതമാവുന്ന സ്റ്റേജ് ആയപ്പോഴേക്കും എത്ര പഞ്ചസാര അതിൽ ലയിച്ചു ചേർന്നു എന്നുള്ളതാണ് ആ പഞ്ചസാരയുടെ ലേയത്വം എന്ന് പറയുന്നത്, സോലുബിലിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോ താപനില കൂടുമ്പോ ലേയത്വം കൂടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നേരത്തെ. അങ്ങനെ ലേയത്വം കൂടിയ ആ ഒരു സൊല്യൂഷനാണ് എന്ത് പറയുക? അതിപൂരിത ലായനി എന്ന് പറയുക. ഓക്കെ ആയേ? ക്ലിയർ ആയല്ലോ? പദാർത്ഥത്തിന്റെ സ്വഭാവമാണ് ഇവിടെ ലേയത്വത്തെ സ്വാധീനിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. താപനിലയിൽ ഉണ്ടാവുന്ന മാറ്റം ലേയത്വത്തെ സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ടാണ് എന്തുണ്ടായത്? അതിപൂരിത ലായനി ഉണ്ടായത്. ക്ലിയർ ആയല്ലോ?
ഇവിടെ തന്നിരിക്കുന്ന ലേയത്ത് കർവ് ഒന്ന് നോക്കാം. ലേയത്ത് കർവില് ഒരു ആക്സിസിലെ താപനിലയും മറ്റൊരു ആക്സിസിലെ ലേയത്തും ഗ്രാമിലുള്ളതാണ് തന്നിരിക്കുന്നത് കേട്ടോ. പെർ 100 ഗ്രാം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, 20, 40, 60, 80, 100 എന്ന രീതിയിൽ താപനില പോകുന്നു. ലേയത്തും 10, 20, 30, 40, 50, 60, 70 എന്ന് തന്നിരിക്കുന്നു. ഇനി കാൽസ്യം സൾഫേറ്റ് എടുക്കാം. കാൽസ്യം സൾഫേറ്റ് 20 ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ ലേയത്വം നോക്കുക. 20 ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ ലേയത്വം ഈ ഒരു പോയിന്റിൽ ഇരിക്കുന്നു അല്ലെ. ഇവിടെ ഈ ഒരു പോയിന്റിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി 20 ആയി, അത് 40 ആയി. 40 ആയപ്പോഴേക്ക് കുറച്ചുകൂടി കൂടിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഇനി അടുത്തത് 80 ആയി. 80 ആയപ്പോൾ എന്താ ചെയ്തത്? കുറഞ്ഞു കുറഞ്ഞാണ് വന്നിരിക്കുന്നത്. 100ലേക്ക് എത്തിയപ്പോൾ വീണ്ടും കുറഞ്ഞു കുറഞ്ഞാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ കാൽസ്യം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ ഈ കാൽസ്യം സൾഫേറ്റിന് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് എന്താ ചെയ്യുന്നത്? ലേയത്വം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. മനസ്സിലാക്കണേ, കാൽസ്യം സൾഫേറ്റിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ കാൽസ്യം സൾഫേറ്റിന്റെ ലേയത്വം ഏറ്റവും കുറവാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് നോക്കിയേ, പൊട്ടാസ്യം ക്ലോറൈഡ്. പൊട്ടാസ്യം ക്ലോറൈഡിനെ സംബന്ധിച്ച് പൊട്ടാസ്യം ക്ലോറൈഡ് ഈ ഒരു ലൈനാണ് നിങ്ങൾ നോക്കേണ്ടത്. പൊട്ടാസ്യം ക്ലോറൈഡ് നമ്മൾ താപനില കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് അതിന് ലേയത്വം കൂടി കൂടി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി. അടുത്തത് നോക്കിയേ, പൊട്ടാസ്യം നൈട്രേറ്റ്. ഒറ്റ പോക്കാലേ, റോക്കറ്റ് വിട്ട പോലെ. കണ്ട, പൊട്ടാസ്യം നൈട്രേറ്റ് ഏറ്റവും കൂടുതൽ ലേയത്വം ഉള്ളത് ഈ ഒരു പൊട്ടാസ്യം എന്താണ് നൈട്രേറ്റിനാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കിയേ, ഇത് കണ്ട, നമ്മുടെ ഈ ഒരു ഗ്രാഫ് അനുസരിച്ച് നമുക്ക് ഏകദേശം ഒരു 40, 45 ഡിഗ്രി സെൽഷ്യസ് ആയപ്പോഴേക്കും ഇത് കണ്ടോ 70 കടന്നുപോയി ലേയത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഒരു റോക്കറ്റ് വിട്ട പോലെ ഒരു പോക്കാണ് പോയത് അല്ലെ. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ഇത്രയും ഐറ്റംസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ പൊട്ടാസ്യം നൈട്രേറ്റിനാണ് എന്ത് ലേയത്വം ഏറ്റവും കൂടുതലെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അല്ലെ. കാരണം എന്താ, ഇവിടെ ഇത് 42 കൊടുത്തപ്പോൾ തന്നെ ഗ്രാഫിൽ അത് ഏറ്റവും ടോപ്പിലെത്തി. ഇനി അതിന് പോകാൻ തന്നെ നമ്മൾ അസ്യൂം ചെയ്താൽ തന്നെ ഇപ്പൊ 100ന്റെ അടുത്തേക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ തന്നെ ഇത് ഗ്രാഫ് കടന്ന് അങ്ങ് പോകും അല്ലെ. അപ്പോൾ പൊട്ടാസ്യം നൈട്രേറ്റിനാണ് ഈ ഭാഗത്ത് എന്ത് ലേയത്വം കൂടുതൽ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനുള്ള ഗ്രാഫാണ്, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ആ ഗ്രാഫിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ കൂടി തന്നിട്ടുണ്ട്. ആ ഒരു ചോദ്യങ്ങൾ പറയണ്ടല്ലോ, അറിയാലോ. ജസ്റ്റ് ആ ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ ലേയത്വം ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം നൈട്രേറ്റിനാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ, ഏറ്റവും കൂടുതൽ. ഇനി താപനില കൂടുമ്പോൾ ലേയത്വം കുറയുന്ന പദാർത്ഥം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞതായിരുന്നു അല്ലെ. ഏറ്റവും ആദ്യം ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഇതങ്ങോട്ട് പോവാം. അത് നോക്കാതെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്കത് നോക്കാം. കാൽസ്യം സൾഫേറ്റിനാണ് താപനില കൂടിയപ്പോൾ ലേയത്വം കുറഞ്ഞത്. നമ്മൾ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത് കാൽസ്യം സൾഫേറ്റിന്റെ കാര്യമാണ്. കൂടിയത് ഏതിനാ? പൊട്ടാസ്യം നൈട്രേറ്റിനാണ് കൂടിയത്. ഇനി താപനിലയ്ക്ക് അനുസരിച്ച് വ്യത്യാസമൊന്നും വരാത്തൊരു ആളിലൂടെ കിടക്കുന്നുണ്ട്. അതാരാണ്? അത് സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ്. ഓക്കെ, ഇനി ഇവിടെ മറ്റൊരു ചോദ്യമുണ്ട്. ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് നമ്മൾ കണ്ടു. അവിടെ താപനിലയാണെന്ന് കണ്ടു. പിന്നെ ഒന്ന് ലീനത്തിന്റെയും ലായകത്തിന്റെയും ഒക്കെ സ്വഭാവമാണെന്നുള്ളതും പഠിച്ചു. ഓക്കെ, ഇനി ഇവിടെ നോക്കാം. ഇനി മറ്റൊരു പോയിന്റ് ഇവിടെ കണ്ടു. ലേയത്വവും താപനിലയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോൾ ചില പദാർത്ഥങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? താപനില കൂടുമ്പോൾ ലേയത്വം കൂടുന്നുണ്ട്, ചില പദാർത്ഥങ്ങൾക്ക് ലേയത്വം കുറയുന്നുണ്ട്, ചിലതിന് മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. അപ്പൊ എല്ലാത്തിനും താപനില അഫക്ട് ചെയ്യുന്നുണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അല്ലെ. മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്നത് കൊണ്ട്, താപനില നന്നായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട്, താപനില ഒട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാത്തതും ഉണ്ട്. അപ്പൊ ഇനി അടുത്തൊരു ഭാഗത്ത് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, സോഡിയം ക്ലോറൈഡ് ജലത്തിൽ നന്നായി ലയിച്ചു ചേരുന്നുണ്ട്. ആൽക്കഹോളിൽ അല്പം മാത്രമേ ലയിക്കുന്നുള്ളൂ. മണ്ണെണ്ണയിൽ ഒട്ടും തന്നെ ലയിക്കുന്നില്ല. അതായത് ലായകത്തിന്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസമാണ് ഇതിന് കാരണം. അപ്പൊ ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ലായകത്തിന്റെ സ്വഭാവത്തിലുള്ള വ്യത്യാസമാണ്. അതുപോലെ തന്നെ മറ്റു ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് താപനില. താപനില ഒരു ഘടകമാണ്. ഇനി അടുത്തത് എന്താണ്?
ലീനത്തിന്റെയും ലായകത്തിന്റെയും സ്വഭാവം. ലീനത്തിന്റെ, സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും സ്വഭാവം. ഓക്കെ. പിന്നെ വരുന്നത് എന്താണ്? സൊല്യൂട്ടിന്റെ മാത്രമല്ല കേട്ടോ, സോൾവെന്റിന്റെ മാത്രമല്ല, പിന്നെ എന്തും കൂടി ഉണ്ട്, സൊല്യൂട്ടിന്റെയും കൂടി ഉണ്ട്. സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും സ്വഭാവം, താപനില, പിന്നെ വരുന്നത് മർദ്ദം, പ്രഷർ. ഓക്കെ, മർദ്ദം, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടുന്നതാണ്. ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെ? ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടുന്നതാണ് താപനില, സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും സ്വഭാവം, മർദ്ദം, വേറെയും ഉണ്ട് കേട്ടോ, പോളാരിറ്റി, മോളിക്കുലാർ സൈസ്, ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. അപ്പൊ നോക്കാം. ഇനി ഇവിടെ ഗ്ലോബേഴ്സ് സാൾട്ട് അതിന്റെ ആ ഒരു കെമിക്കൽ ഫോമിൽ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. Na2SO4 10H2O. അപ്പോൾ എന്താണ് ഈ ഗോബേഴ്സ് സാൾട്ട് എന്ന് പറയുന്നത്? ഇവിടെ അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അതൊന്ന് വായിച്ചിട്ട് നമുക്ക് ബാക്കി ഭാഗത്തേക്ക് വരാം. Na2SO4 10H2O ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം. ബോക്സിലൊക്കെ ഇട്ട് നമുക്ക് ന്യൂസിയാർട്ടിയിൽ തന്നതുകൊണ്ട് ഇതിന്റെ യൂസ് എന്താന്നൊക്കെ ചോദിച്ചേക്കാം. മലബന്ധം ഒഴിവാക്കാനും വയറിളക്കാനും മറ്റും മരുന്നുകളിൽ ചേർക്കുന്ന ലവണമാണ് ഗ്ലോബേഴ്സ് സാൾട്ട്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ലാക്സേറ്റീവ് ആയിട്ട് മലബന്ധം ഒഴിവാക്കാനും വയറിളക്കാനും ഒക്കെ ആയിട്ട് മരുന്നുകളിൽ ചേർക്കുന്ന ഒരു ലവണം, ഒരു സാൾട്ടാണ് ഗ്ലോബേഴ്സ് സാൾട്ട് എന്ന് പറയുന്നത്. Na2SO4 10H2O. ജലയോജിത സോഡിയം സൾഫേറ്റ് ലവണമാണിത്. ജലയോജിത സോഡിയം സൾഫേറ്റ് ലവണമാണിത്. ഓർത്ത് വെച്ചേക്കണത് കേട്ടോ. അപ്പോ ഗ്ലോബേഴ്സ് സാൾട്ടിന്റെ ലേയത്വം പരമാവധി ആകുന്ന താപനില എന്ന് പറയുന്നത് 32.4 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, 32.4 ഡിഗ്രി സെൽഷ്യസിൽ പരമാവധി ലേയത്വം ലഭിക്കുന്നുണ്ട്. ഇനി നോക്കാം, 0 ഡിഗ്രി സെൽഷ്യസിൽ ഇതിന്റെ ലേയത്വം 47.6 ഗ്രാം ആണ്. ഈ ഒരു പോയിന്റ് ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഗ്ലോബേഴ്സ് സാൾട്ടിന്റെ ലേയത്വം പരമാവധി ആകുന്ന താപനിലയാണ് 32.4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. 0 ഡിഗ്രി സെൽഷ്യസിൽ 47.6 ഗ്രാം ആണ്. ചൂടാക്കുമ്പോൾ ഇത് എന്താ ചെയ്യുന്നത്? ഒരു നിശ്ചിത അളവിൽ ഉയരുകയും 32.4 ഡിഗ്രി സെൽഷ്യസിൽ പരമാവധി ലേയത്വമായ 49.7 ഗ്രാമിൽ എത്തുകയും ചെയ്യുന്നു. അപ്പോ ഗ്ലോബേഴ്സ് സാൾട്ടിന്റെ ലേയത്വം പരമാവധി ആകുന്ന താപനില 32.4 ഡിഗ്രി സെൽഷ്യസും ആ സമയത്ത് അതിന്റെ പരമാവധി ലേയത്വം എന്ന് പറയുന്നത് 49.7 ഗ്രാം. 32.4 ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ പരമാവധി ലേയത്വം എന്ന് പറയുന്നത് 49.7 ഗ്രാം ആണെന്നുള്ളത് മനസ്സിലാക്കാം. തുടർന്ന് ചൂടാക്കുമ്പോൾ ഇതിന്റെ ലേയത്വം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഓർത്ത് വെച്ചേക്കാം, 0 ഡിഗ്രി സെൽഷ്യസിൽ 47.6 ഗ്രാം ആണ്. പിന്നെ അതുപോലെ ചൂടാക്കുമ്പോൾ 32.4 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമ്പോൾ 49.7 ഗ്രാം വരെ അത് ഉയരുകയാണ് ചെയ്യുന്നത്. ലേയത്വം ഉയരുന്നുണ്ട്. പിന്നീട് താപനില കൂട്ടുമ്പോൾ ഇതിന്റെ ലേയത്വം കുറയുന്നതായിട്ടും കാണാം. അപ്പൊ എന്താണ് ഗ്ലോബേഴ്സ് സാൾട്ട് എന്നുള്ളതും അതിന്റെ കെമിക്കൽ ഫോർമുല Na2SO4 10H2O ആണ്. മലബന്ധം ഒഴിവാക്കാനും വയറിളക്കാനും ആണ് അത് മരുന്നുകളിലൊക്കെ ചേർക്കുന്ന ഈ ലവണാണ് ഈ ഗ്ലോബേഴ്സ് സാൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അത്രയാണ് ഈ ഭാഗത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ഇവിടെ കുറച്ചുകൂടി പോയിന്റുകൾ പറയുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. 32.4 ഡിഗ്രി സെൽഷ്യസ് വരെ സോഡിയം സൾഫേറ്റ് Na2SO4 10H2O എന്ന തന്മാത്രാ ഘടനയിലാണ് നിലകൊള്ളുന്നത്. അതുവരെ താപം ആഗിരണം ചെയ്ത ലേയത്വം വർദ്ധിപ്പിക്കുന്നു. 32.4 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ലീന തന്മാത്രകളുടെ ഗതികോർജ്ജം വർദ്ധിക്കുകയും Na2SO4 എന്ന തന്മാത്രാ ഘടനയിലേക്ക് വരികയും ഇതുമൂലം താപം പുറത്തുവിട്ട് ലേയത്വം കുറയുന്ന പ്രവണത കാണിക്കുകയും ചെയ്യുന്നു. ഇത്രേ ഉള്ളൂ. താപനില 32.4 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ 49.7 ഗ്രാം എന്നുള്ളതാണ് അതിന്റെ ലേയത്വം. തുടർന്ന് നമ്മൾ താപനില കൂട്ടിക്കൊടുത്താൽ ലേയത്വം കുറയുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തുണ്ട്? ഈ ഒരു സോൾട്ടിന് എന്താ അനോമലസ് സോലുബിലിറ്റിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. മനസ്സിലായോ? അസാധാരണ ലേയത്വം അല്ലെങ്കിൽ അനോമലസ് സോലുബിലിറ്റിക്ക് നമുക്ക് ഉദാഹരണമായിട്ട് പറയാവുന്നതാണ് ഗ്ലോബേഴ്സ് സാൾട്ട് എന്ന് പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ ഈ പറഞ്ഞത് തന്നെയാണ്. 0 to
0 to 32.4 ഡിഗ്രി സെൽഷ്യസ് വരെ ഗ്ലോബോസ് സോൾട്ടിന്റെ ജയത്വം കൂടുകയും പിന്നീട് താപനില കൂട്ടിക്കൊടുക്കുമ്പോൾ അത് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എന്താ അനോമലസ് സോലിബിലിറ്റി അല്ലെങ്കിൽ അസാധാരണ ലേയത്വത്തിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം. ഇനി നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സിൽ യഥാർത്ഥ ലായനി എന്താണ്, സസ്പെൻഷൻ എന്താണ്, ഈ ഭാഗത്തുള്ള മറ്റ് അഡീഷണൽ ഡീറ്റെയിൽസും പഠിക്കാം. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ലായനിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് വരുന്ന ഒരു ഭാഗമാണ് ഈ 9th സ്റ്റാൻഡേർഡിലെ ന്യൂ SCERT ലെസൺ. തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഈ ഭാഗം പഠിക്കുക. ഇവിടുന്ന് മുൻപ് PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് തൊട്ടടുത്ത ദിവസം വീണ്ടും കാണാം. നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക. കൂടാതെ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക. താങ്ക്